നമസ്കാരം, എൻ്റെ പേര് ആബിൽ ജോയ്. ഞാൻ ചിയാരം ചേതന കോളേജിലെ മീഡിയ വിദ്യാർത്ഥിയാണ്. നമ്മളിപ്പോൾ ലുലുമാളിലെ PVR സിനിമാസിലാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പീസ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് പ്രീമിയറിന് വേണ്ടിയിട്ടാണ്. നവാഗതനായിട്ടുള്ള സൺഫീർ സംവിധാനം ചെയ്ത് അപ്പു പാത്തു പാപ്പു പ്രൊഡക്ഷൻ ഹൗസിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രമാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് പ്രീവ്യൂവിന് പോകുന്നത്. ഓക്കെ, ഞങ്ങളിങ്ങനെ ചേതന കോളേജ്, തൃശ്ശൂർ ചേതന കോളേജിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയെ പറ്റിയുള്ള മാഡത്തിന്റെ എക്സ്പെക്ടേഷനെ പറ്റി ഒന്ന് പറയാം. ചേതന കോളേജ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിപ്പിക്കുന്ന ആ കോളേജ്, സ്റ്റീഫൻ ഒക്കെ പഠിച്ച കോളേജ്. പീസ് നന്നായിരിക്കുന്നതാണ്. ഒരു ടോട്ടൽ ഒരു ഹ്യൂമർ ഹ്യൂമർ ഫിലിമാണ്. അപ്പം സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമ്മൾ ഭയങ്കര ഓരോ സീനും അഭിനയിച്ച ശേഷം നമ്മൾ ആലോചിച്ചിട്ട് ചിരിച്ചിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ടോട്ടലി ഇപ്പോൾ സിദ്ദിഖയാണെങ്കിലും ജോജു ആണെങ്കിലും എല്ലാവരും വളരെ കോമഡി നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ മാത്രമാണ് കോമഡിയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിലെ സിറ്റുവേഷൻ കോമഡിയാണ്. പക്ഷെ നന്നായി വരുന്നു വിചാരിക്കണം. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തൊരു കഥാപാത്രവും സിനിമയൊക്കെയാണ്. 3-4 ഭാഷയിൽ ഇറങ്ങുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ ചെയ്തൊരു വർക്ക് പല ഭാഷയിൽ വരുന്നു എന്ന് പറയുന്ന ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഭയങ്കര സൂപ്പറാണ്. ഐ എം സോ എക്സൈറ്റഡ്. ശരിക്കും ഡിഫറെന്റ് ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് അത് മാത്രമല്ല, അമ്മ ഒരു ക്യാരക്ടറിന്റെ സ്റ്റോറി ഒന്നും പറയാറില്ല. അപ്പൊ എന്താണ് ഈ മൂവി, എന്താണ് കഥ പറയാറില്ല. ഞാൻ പറഞ്ഞ അതെ, നമ്മൾ സമ്മതിക്കില്ല. അതിന്റെ ഒരു എലിമെന്റ് പോലും, ദൃശ്യം പോലും പറഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മുടെ സിനിമയുടെ ഫസ്റ്റ് പ്രിവ്യൂ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി പ്രേക്ഷകരുടെ റെസ്പോൺസിലേക്ക്. ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നല്ല അഭിപ്രായം പറഞ്ഞു. ഞാൻ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തത്. എനിക്കൊരു എല്ലാം എന്തായാലും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും പീസ് എന്ന് പറയുന്ന സിനിമ. അതെ, തീർച്ചയായിട്ടും. ഞാൻ എനിക്കൊരു മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഐ മീൻ എൻ്റെ ഫുൾ കരിയർ എടുത്താലും. സോ ഐ എം റിയലി ഹാപ്പി, ലുക്കിംഗ് ഫോർവേഡ്. അറിയില്ല, ചിലപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. ഈ സിനിമയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, സെക്കൻഡ് പാർട്ട് ആണെങ്കിലും. ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഭയങ്കര സന്തോഷം, നന്നായിട്ടുള്ളത് വിചാരിക്കുന്നു. ഇനി എല്ലാവരും കണ്ടിട്ട് നിങ്ങൾ വേണം അഭിപ്രായം പറയാം. ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. അതെ അതെ അതെ, വളരെ ഒരു ഭയങ്കര ഒരു ഡിഫറെന്റ് റോളായിരുന്നു. ഇതുവരെ ചെയ്യാത്ത ടൈപ്പിലൊരു ക്യാരക്ടറായിരുന്നു. ഭയങ്കര സന്തോഷം. എല്ലാവരും സിനിമ കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ താങ്ക് യു പറയണത് ഞങ്ങളുടെ ഡയറക്ടറിനാണ്. സൺഫീറിന്റെ ആദ്യത്തെ ചിത്രമാണ്. അതെ, ഞങ്ങള് ഒരു പുതിയൊരു എക്സ്പെരിമെന്റൽ പോലെ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ കണ്ട എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും വന്ന്, നമ്മുടെ ഈ കൊച്ചു ചെറിയ സിനിമയാണ്, എല്ലാവരും വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ കുറെ യങ്സ്റ്റേഴ്സിനെ, ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കുറെ നാളത്തെ ഒരു അധ്വാനമാണ് ഈ സിനിമ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണണം, തിയേറ്ററിൽ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഒരു പരീക്ഷണ സിനിമയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയത് ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും എല്ലാ വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തിയേറ്ററിൽ വന്ന് തന്നെ എല്ലാവരും കാണണം. സെക്കൻഡ് പാർട്ട് ഉടനെ ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി കുറെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1 hour ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിൽ. അയ്യോ, വളരെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കത് പറയാൻ കേട്ടോ, കൊള്ളാം, രസമുണ്ട്. എനിക്കും എല്ലാ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു. വെരി ഹാപ്പി, താങ്ക് യു. അല്ല, നമ്മള് കുറെ നാളായിട്ട് സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നല്ലേ, ഏകദേശം 2-3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നല്ലേ. അപ്പൊ കുറെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കിത് വർക്കാവൂലേ, ഒരു പുതിയൊരു ജോണർ നമ്മൾ പരീക്ഷിച്ചാണല്ലോ. അപ്പൊ നമുക്കിത് ആൾക്കാർ ഓഡിയൻസിലേക്ക് എങ്ങനെ കണക്ട് ആവും, എങ്ങനെ എത്തും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇത്രയും ആൾക്കാരുടെ മുമ്പ് അത് അവര് എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്ക്, അത് വർക്കായി എന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറയാൻ. കാരണം കുറെ നാളത്തെ നമ്മുടെ ഒരു ഫ്രണ്ട്സിന്റെ ഒരു ഹാർഡ് വർക്കാണ് സിനിമ. അതെ, അത് OTT-ല് 5 ലാംഗ്വേജിലുണ്ടാവും. പിന്നെ നമ്മളും ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ടീം മെമ്പേഴ്സ് എല്ലാവരും എക്സൈറ്റഡ്. ഇതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഒരു ജസ്റ്റ് ഒരു ട്രെയിലർ എന്ന് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് പാർട്ട് സിനിമയെ പറയാം. സന്തോഷം തോന്നുന്നു. ഇത്ര നാളത്തെ ഒരു കഷ്ടപ്പാടാണ്. ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. തിയേറ്ററിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. അപ്പൊ അത് ആളുകൾ ഓഡിയൻസ് എങ്ങനെ എടുക്കും എന്നുള്ളൊരു പേടി ഉള്ളിൽ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇപ്പൊ ആളുകൾ ഹാപ്പി ആയെന്ന് കണ്ടപ്പോ അത് കോമഡികളൊക്കെ നന്നായിട്ട് വർക്കാകൂല എന്ന് തോന്നിയ കോമഡികൾ പോലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. നല്ലൊരു മൂവിയാണ്, നല്ലൊരു എന്റർടൈനർ ആണ്. ശരിക്കും ചിരിക്കാൻ പറ്റും. വളരെ പുതുമയുള്ള ഫിലിമാണ്. ഇതുവരെ നമ്മൾ ഇങ്ങനത്തെ ഫിലിം കണ്ടിട്ടില്ല. ഹോളിവുഡിലെ പണ്ടുണ്ടായ പോലെ ഫിലിംസ് പോലെയാണ്. എല്ലാവരും തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആശാചരത്തിൽ എനിക്ക് ആദ്യമായിട്ട് തോന്നുന്ന ഒരു ഹ്യൂമർ റോൾ ചെയ്യാം. ദൃശ്യത്തിലെ റോളിന് നേരെ ഓപ്പോസിറ്റാണ്. കഞ്ചാവിൽ വെച്ചിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും ജോജോ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായ പോലെ ത്രില്ലേഴ്സ് പോലെയല്ല, ഡിഫറെന്റ് ത്രില്ലറാണ്. ശരിക്കും പറയാൻ ലാഗില്ല, ശരിക്കും പൊട്ടിച്ചിരിക്കാം. ഫാമിലിക്കും യൂത്തിനും ശരിക്കും എൻജോയ് ചെയ്യാം. കിലുക്കൽ പോലെ ഒരു ഫിലിം.
അങ്ങനെ അഡൽട്ട് വർഗ ടേം ഒന്നുമില്ല, ഡബിൾ മീനിങ് ഒന്നുമില്ല, ശുദ്ധ ഹാസ്യമാണ്. എന്നാൽ ഇതുവരെ പറയാത്ത രീതിയിലാണ് പറഞ്ഞത്, നെറേറ്റ് ചെയ്തത്.